my best friend also. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ he faced a very difficult situation in his life and I'm so proud of him. I'm so proud how he handled it. അല്ലേ നമുക്ക് ലൈഫിൽ ഇങ്ങനെ പല അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷൻസ് വരാം. ആൾക്കാർ നമ്മളെ വലിച്ച് താഴെയിടാൻ നോക്കാം. Anything can happen. But how you handle it is what makes you special. And I'm so proud of him. He's one of my favorite persons. അങ്ങനെ നമ്മൾ അമലാപോളിൻ്റെ ഡ്രസ്സാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി കൊണ്ടേയിരിക്കുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളെ അമലാപോളും പിന്നെ അതേമാതിരി ആസിഫ് അലിയും പാടെ ഒരു കോളേജ് പ്രോഗ്രാമിൽ പോയി. അതായത് അവർ ക്ഷണിച്ചിട്ട് കോളേജ് പ്രോഗ്രാം, അതേപോലെ തന്നെ അവരൊരു പുതിയൊരു സിനിമയുടെ ഒരു പ്രൊമോഷൻ വർക്കും പോലെ തന്നെയാണ് അവർ ആ ഒരു പ്രോഗ്രാമിന് പോയത്. അപ്പോൾ ആ പ്രോഗ്രാമിന് പോയിൻ്റെ ഒരു കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടതിപ്പോൾ. അതിൻ്റെ ഇടയിൽ സ്റ്റേജിൽ കയറി അമലാപ്പോൾ സ്റ്റേജിൽ കയറിയിട്ട് കളിച്ചതും അതേമാതിരി ആസിഫ് അലി സ്റ്റേജിലേക്ക് വന്നതൊക്കെ ഇപ്പോൾ ആ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ അമലാപ്പോൾ ഇട്ട ആ ഡ്രസ്സിൻ്റെ വലിപ്പം അതൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുറേ ബാഡ് കമൻ്റായിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കമൻറ്റുകൾ ഒരുപാട് ആൾക്കാർ ആ ഒരു വീഡിയോൻ്റെ ഇടയിലൊക്കെ കമൻറ്റുകൾ ഒരുപാടുണ്ട്. അത് നല്ലതുമുണ്ട്, അതായത് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്, അതല്ലാതെ അതിനെ എതിർത്തിട്ടും എന്താണ് കമൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരുപാട് നെഗറ്റീവ് കമൻറ്റൊക്കെ വന്നതിന് ശേഷം ഒരു 1-2 ദിവസത്തിന് ശേഷം ഒരു അടുത്തൊരു ഇൻ്റർവ്യൂവിൻ്റെ അടിയിൽ നിന്ന് ഒരു അവതാരിക ചോദിച്ചു, അമലാപോളിനോട് ചോദിച്ചു. അതായത് ആ നെഗറ്റീവ് കമൻറ്റ് വന്നതിനുള്ളൊരു ചോദ്യം പോലെയാണ് ആ ഒരു അവതാരിക ചോദിച്ചത്. ഇതൊരു ഡാൻസ് ബാർ അല്ല, ഡാൻസ് ബാറിലേക്കാണോ വന്നിക്കണത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ എന്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഒരു വീഡിയോൻ്റെ താഴെ വന്നിക്കണം. അപ്പോൾ ആ ഒരു അവതാരിക അമലാപോളിനോട് ചോദിച്ചതിന് ശേഷം അമലാപോൾ അതിനൊരു മറുപടി പറയുന്നുണ്ട്. ആ ഒരു മറുപടിയുടെ ഒരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ കണ്ടതാണ്. പക്ഷേ നമുക്ക് അത് ഒരിക്കൽ കൂടി ഒന്ന് കണ്ടു നോക്കുക. ആ കണ്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ ഒരു അഭിപ്രായം പറയാം. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. മുംബൈ ഡാൻസ് ബാർ അല്ല, ഒരു ക്രിസ്ത്യൻ കോളേജിൽ ഒരു പരിപാടിക്കാണ് വന്നതെന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനോട് എന്താണ് പ്രതികരണം അറിയാനാവുന്നത്? പ്രത്യേകിച്ച് പ്രതികരണമൊന്നുമില്ല. ഐ വോർ വാട്ട് ഐ ലൈക്ക്. ആൻഡ് ഞാൻ ഇട്ട ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നോ അത് ഇന്നപ്രോപ്രിയേറ്റ് ആണെന്നോ ഞാൻ കരുതുന്നില്ല. മേ ബി അത് ക്യാമറയിൽ കാണിച്ച വിധം ഇന്നപ്രോപ്രിയേറ്റ് ആയിരുന്നിരിക്കാം. ബിക്കോസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ഐ വോർ എ റോങ് ഡ്രസ്. ബട്ട് അത് എങ്ങനെയാണോ പോർട്രേ ചെയ്തതെന്നുള്ളത് അത് എൻ്റെ കൺട്രോളിലല്ലല്ലോ. അപ്പൊ അതില് ഐ തിങ്ക് എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി റോൾ ടു പ്ലേ. അപ്പൊ അത് ഞാൻ ഇട്ടുവരുന്ന ഡ്രസ്സ് എങ്ങനെ ഷൂട്ട് ചെയ്യണം, എങ്ങനെ കാണണം എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഇൻ മൈ കൺട്രോൾ. ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻഅപ്രോപ്രിയേറ്റ്. ബട്ട് ഞാൻ ഇട്ട ഡ്രസ്സ് ഐ ഡോണ്ട് ഫീൽ ദർ ഈസ് എനിത്തിങ് റോങ് ഇൻ ദാറ്റ്. കോളേജിൽ പോകുമ്പോൾ ദാറ്റ്സ് ദ മെസ്സേജ് I wanted to give, to be yourself, and I like what I wore. I mean, I wore what I like, so അത്രേ ഉള്ളൂ. ഓരോരുത്തർ അതിൽ നമുക്ക് പ്രത്യേകിച്ച് കൺട്രോൾ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഐ ഡോണ്ട് റിയലി ഫോക്കസ് ബിക്കോസ് ഞാൻ ഒരു ആക്ടറാണ്. സോ ഐ വോണ്ട് ടു ഗിവ് മൈ എനർജി ഇൻ ടു വാട്ട് ഐ ഡു. ഞാൻ ഇവന്റിന് പോകുമ്പോൾ ഞാൻ ധരിക്കുന്ന ഡ്രസ്സ് ഞാൻ എന്താണോ ഞാൻ അങ്ങനത്തെ ഡ്രസ്സാണ് ഞാൻ ഇവന്റ് പോകുമ്പോൾ ധരിക്കുന്നത്. ഞാൻ സാരീസ് കൊടുക്കാറുണ്ട്, സൽവാസ് കൊടുക്കാറുണ്ട്, വെസ്റ്റേൺ ഡ്രസ് കൊടുക്കാറുണ്ട്. എനിക്ക് എന്താണോ കംഫർട്ടബിൾ, എനിക്കെന്താണോ എന്റെ മൂഡ് എന്താണോ അതനുസരിച്ചാണ് ഞാൻ ഡ്രസ്സ് ചൂസ് ചെയ്തത്. അപ്പോൾ എല്ലാവരും കണ്ടില്ലേ അമലാപോൾ പറഞ്ഞൊരു മറുപടി. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം, അതായത് എനിക്കെന്താണോ ഇഷ്ടം തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്കെന്താണോ ഡ്രസ്സ്, ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഇടാനാണോ എനിക്ക് തോന്നുന്നത് അതാണ് ഞാൻ ഇടുക. അതല്ലാതെ എനിക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് അമലാപോൾ പറയണത്. ശരിയാണ്, അത് ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ്. നമ്മളെ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്കൊരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് എന്ത് ഡ്രസ്സ് ഇടണം അല്ലെങ്കിൽ എങ്ങനത്തെ ഡ്രസ്സ് ഇടണം, അതായത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റൂലല്ലോ ആ ഡ്രസ്സ് ഇടുകൊണ്ടു അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഇടരുത്, ഇന്ന് പോകുമ്പോൾ അത് ഇടണം ഇത് ഇടണ്ടെന്നൊന്നും എനിക്ക് പറയാനോ എന്നുള്ളൊരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതായത് ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ് അത്. ആ ആൾക്ക് ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഇടണം എന്നുള്ളത് ആ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം
ആ ഒരു വീഡിയോൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻറ്റുകളുണ്ട്. ആ കമൻറ്റുകൾ എല്ലാത്തിനോടൊന്നും ഞാൻ യോജിപ്പില്ല. പക്ഷേ ചില കമൻറ്റുകളോട് ഞാൻ യോജിക്കണു ആ പറഞ്ഞതിലുള്ളത്. ശരിയാണ്. അതിൽ ചിലർ പറയുന്നുണ്ട് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു കോളേജ് പ്രോഗ്രാമിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കൊന്ന് നല്ലൊരു ഡ്രസ്സ്, അതായത് കുറച്ച് വലുപ്പമുള്ള ഡ്രസ്സ് ഇട്ടുകൂടാറുന്നില്ല എന്നൊക്കെയുള്ള ഒരു കമൻറ്റൊക്കെ വന്നുകൂടും. പക്ഷേ അതിനോട് ഞാനും യോജിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം അതൊരു കോളേജിലേക്കാണ് പോണത്. ഒരുപാട് കുട്ടികളുള്ള കോളേജാണ്. അപ്പോൾ അവിടേക്കൊക്കെ പോകുമ്പോൾ ഏകദേശമൊക്കെ ഒരു നല്ല ഡ്രസ്സ് ഇടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ അതൊരു ഒരു വ്യക്തിക്ക് തോന്നേണ്ടതാണ്. അതായത് ഏത് വ്യക്തിയാണോ അങ്ങനത്തെ പ്രോഗ്രാം, ഇപ്പോൾ അമല പോൾ എന്നല്ല പറയണത്, അത് ഏതിപ്പോൾ ആരാണെങ്കിലും ഇങ്ങനത്തെ പ്രോഗ്രാമിൽ പോകുമ്പോൾ ഡ്രസ്സ് ഇടുമ്പോൾ നമ്മളതൊരു നമ്മളേതായിട്ടുള്ളൊരു യുക്തിയിൽ നമ്മളത് ചിന്തിക്കണം. എന്ത് ഇന്ന് ഇന്ന ഭാഗത്തേക്കല്ലേ പോകണത്, അപ്പോൾ ആ പോകണത്തിടത്തേക്ക് നല്ലൊരു ഡ്രസ്സ് മീൻസ് അതായത് കുറച്ച് വലിപ്പം കാര്യങ്ങളൊക്കെ ഉള്ള അറക്കൊക്കെ ഉള്ള ഡ്രസ്സ് ഇടണം എന്നുള്ളത് ആ ഒരു വ്യക്തിയാണ് അത് ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ചിന്തിച്ചിട്ട് വേണം ആ ഒരു വ്യക്തി അങ്ങനത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ കോളേജ് പ്രോഗ്രാം പോലെയുള്ളതൊക്കെ സ്ഥലത്തേക്കൊക്കെ പോകേണ്ടത്. കോളേജ് എന്നല്ല അങ്ങനത്തെയൊക്കെ ഭാഗങ്ങൾ, അല്ലാതെ ഇഷ്ടംപോലെ ഭാഗങ്ങളുണ്ട് പോകാൻ. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ എങ്ങനത്തെ ഡ്രസ്സാണോ അവർ ചൂസ് ചെയ്യണത് അതുപോലെ ഇട്ട് നടന്നോട്ടെ. അതൊന്നും നമ്മൾ അതിനെ എതിർക്കുക കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്യണില്ല. അതിപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടിനി നമ്മൾ എതിർത്തുകൊണ്ട് ഇപ്പോൾ ഒന്നും അതിലൊരു കാര്യമൊന്നുമില്ല. നമ്മളേതായിട്ടുള്ള എൻ്റേതായിട്ടുള്ള യുക്തിയിലുള്ളൊരു മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ കണ്ട കാര്യമാണ് ഞാൻ പറയണത്. അതായത് ഇന്ന ഡ്രസ്സേ ഇടാൻ പറ്റുള്ളൂ എന്നിപ്പോൾ എനിക്ക് പറയാനുള്ള എനിക്കൊരു അവകാശമോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നമ്മൾ എവിടേക്കാണോ പോകുന്നത്, അതായത് പരിസരബോധം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു ചുറ്റുപാട് എങ്ങനെയാണോ, ആ പോകുന്ന ഭാഗങ്ങൾ ഏത് ഏരിയ ആണ്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് നമ്മൾ പോണത് എന്നൊക്കെ ഉള്ളത് ചിന്തിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഭാഗത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു കോസ്റ്റ്യൂമോ ഡ്രസ്സൊക്കെ ആയിട്ട് നമ്മൾ ഈ സെലക്ട് ചെയ്യുക. അല്ലാതെ ഇപ്പോൾ നമ്മളൊരാളോട് വ്യക്തിപരമായിട്ടുള്ളൊരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. പിന്നെ അത് അവരുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം തന്നെയാണ്. ശരിയാണ്, ഡ്രസ്സ് ഇടണത് അത് ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഇടണം എന്നൊക്കെ ഉള്ളത് ആ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മളൊരു പരിസരബോധം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ പോകുന്ന ചുറ്റുപാട് എങ്ങനെയാണോ ആ ചുറ്റുപാടിനൊക്കെ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടാൻ. അത്രേ ഉള്ളൂ ഇപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്.